തൊട്ട് BS സഞ്ചരിക്കുന്ന വാഹനത്തിന് തൊട്ട് മുമ്പിലാണ് ഞാൻ അനൗൺസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ നമ്മുടെ BS കടന്നു വരുന്നു എന്ന് പറഞ്ഞ് സ്വീകരണ കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഹർഷാരവും മുഴക്കിക്കൊണ്ടാണ് BSനെ സ്വീകരിക്കാൻ. BS അവിടെ ഇറങ്ങിയതിന് ശേഷം കൈകൂപ്പി സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇളകിമറിയുകയായിരുന്നു. അതിനുശേഷം BS ചുരുങ്ങിയ ഒരു 2-3 മിനിറ്റാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും പ്രസംഗിക്കുന്നത്. അതിനുശേഷം BSന് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ചെലവഴിക്കേണ്ടി വരും. അവിടെ കൂടിയിട്ടുള്ള ആബാലവൃദ്ധം ജനങ്ങളും BSനൊന്ന് തൊട്ട് നോക്കണം, BSനോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കണം, BSൻ്റെ കാല് തൊട്ടൊന്ന് വന്നിക്കണം. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇത്രമാത്രം ഒരു വികാരമായി മാറുന്നത് എന്ന് ഞാൻ എൻ്റെ നേരെ അനുഭവത്തിലൂടെ കണ്ടിട്ടുള്ളതാണ്. ആലപ്പുഴ പറവൂരിലെ BSൻ്റെ വസതിയിലേക്ക് അണമുറിയാത്ത പ്രവാഹമാണ്. വരുന്ന ഓരോരുത്തർക്കും പറയാനുണ്ട് പല കാര്യങ്ങൾ. എല്ലാം BSുമായി ചേർന്ന് BSനെ നെഞ്ചിലേറ്റാനുള്ള കാരണങ്ങൾ തന്നെയാണ്. നമ്മുടെ ഒപ്പം ഇപ്പോൾ കൂത്താട്ടുകുളം സ്വദേശി രാജു ചേട്ടൻ ചേരുന്നുണ്ട്. രാജുചേട്ടൻ, എന്താണ് ഓർമ്മയിലുള്ളത്? ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്. അതോടൊപ്പം ഞാനൊരു പ്രൊഫഷണൽ അനൗൺസർ കൂടിയാണ്. 2001 അന്ന് കേരളത്തിലെ 2 ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ 2ാം ഘട്ടം തിരഞ്ഞെടുപ്പാണ് തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലയിൽ നടന്നത്. അന്നേരമാണ് എന്നോട് ഇങ്ങനെ BSന് വേണ്ടിയിട്ട് പ്രചരണത്തിന് വേണ്ടി മലമ്പുഴയ്ക്ക് പോകണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഇവിടെ നിന്ന് മലമ്പുഴയ്ക്ക് പോവുകയാണ്. 2001 ഞാൻ BSനെ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ ചെന്ന് അനൗൺസ്മെൻറ്റ് തുടങ്ങി. അതേതാണ്ട് 18 ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം BS മത്സരിച്ച 4 ഇലക്ഷൻ, 2006, 2011, 2016, ഈ 4 ഇലക്ഷനിലും മലമ്പുഴയിൽ BSന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്ത ആളെയാനാണ്. BSും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടും എനിക്കതുപോലെ അടുത്ത ബന്ധമുണ്ട്. BSൻ്റെ സ്നേഹമെന്ത്, അല്ലെങ്കിൽ BS എന്താണ് എന്ന്, ജനങ്ങളുടെ മനസ്സിൽ BSനുള്ള സ്ഥാനം എന്താണ് എന്ന് മലമ്പുഴയിലെ ജനങ്ങളിലെ നേരിട്ടുള്ള വികാര പ്രകടനത്തിലൂടെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. BS സഞ്ചരിക്കുന്ന വാഹനത്തിന് തൊട്ട് മുമ്പിലാണ് ഞാൻ അനൗൺസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ നമ്മുടെ BS കടന്നു വരുന്നു എന്ന് പറഞ്ഞ് സ്വീകരണ കേന്ദ്രത്തിലേക്ക് ചെല്ലുമ്പോഴേക്കും ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഹർഷാരവും മുഴക്കിക്കൊണ്ടാണ് BSനെ സ്വീകരിക്കാൻ. BS അവിടെ ഇറങ്ങിയതിന് ശേഷം കൈകൂപ്പി സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇളകിമറിയുകയായിരുന്നു. അതിനുശേഷം BS ചുരുങ്ങിയ ഒരു 2-3 മിനിറ്റാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും പ്രസംഗിക്കുന്നത്. അതിനുശേഷം BSന് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോകണമെങ്കിൽ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും ചെലവഴിക്കേണ്ടി വരും. അവിടെ കൂടിയിട്ടുള്ള ആബാലവൃദ്ധം ജനങ്ങളും BSനൊന്ന് തൊട്ട് നോക്കണം, BSനോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കണം, BSൻ്റെ കാല് തൊട്ടൊന്ന് വന്നിക്കണം. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇത്രമാത്രം ഒരു വികാരമായി മാറുന്നത് എന്ന് ഞാൻ എൻ്റെ നേരെ അനുഭവത്തിലൂടെ കണ്ടിട്ടുള്ളതാണ്. അത് തന്നെയായിരിക്കും ഈ അണമുറിയാത്ത പ്രവാഹത്തിന് കാരണം. തീർച്ചയായും BS എന്ന 2 അക്ഷരം ഒരു വികാരം മാത്രമല്ല, BS എന്ന 2 അക്ഷരം കരുതലാണ്. BS എന്ന 2 അക്ഷരം പോരാട്ടത്തിൻ്റെ പര്യായമാണ്. VS ജോയി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ഒരു അനുഭവം എനിക്കുണ്ടായി. അന്ന് UDFും കോൺഗ്രസും മലമ്പുഴ മണ്ഡലത്തിൽ ആകെ പ്രചരണം നടത്തിയത് VS അച്യുതാനന്ദന് പ്രായമായി, VSന് ഇനി വയ്യ, അതുകൊണ്ട് പകരം വേറൊരു VS വന്നിരിക്കുന്നു, VS ജോയി എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ അന്ന് പ്രചരണം നടക്കുന്നത് മുണ്ടൂർ പഞ്ചായത്തിലാണ്. മുണ്ടൂർ പഞ്ചായത്തിലെ പ്രചരണത്തിനിടയിൽ VSൻ്റെ സെക്രട്ടറി എന്നോട് വന്നിട്ട് പറഞ്ഞു, രാജു, ഇങ്ങനെ VSനെതിരെ വലിയ വ്യാപകമായ ഒരു പ്രചരണം നടക്കുന്നു, പ്രായമായി, അപ്പോൾ അതിനെ നമുക്കൊന്ന് കൗണ്ടർ ചെയ്യാൻ എന്താണ് ഒരു പ്രചരണം നടത്താൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ കുഴപ്പമില്ല, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് ചെല്ലട്ടെ. ഞാൻ അപ്പോൾ തന്നെ അവിടെ നമ്മുടെ അനൗൺസ്മെൻറ്റ് വാഹനത്തിൽ കയറിയിരുന്ന് ഒരു 2 വാചകം കുറിച്ചു. അതിങ്ങനെയായിരുന്നു. ഇപ്പോഴും അതവിടെ ഒരു തരംഗമായി മാറി. ഞാൻ പറഞ്ഞത് പാലക്കാട്ടെ ചൂട് അസഹനീയമാണല്ലോ. അപ്പോൾ ഞാൻ അന്ന് അനൗൺസ് ചെയ്ത് ഇങ്ങനെയാണ്: കത്തിജ്വലിക്കുന്ന സൂര്യന് കീഴിൽ യുവത്വം പോലും തളർന്നിരിക്കുമ്പോൾ പോരാട്ടമാണ് എൻ്റെ യൗവനമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുവത്വത്തിൻ്റെ ചുറുചുറുക്കോടെ കടന്നു വരുന്ന നമ്മുടെ VS ഈ വാഹനത്തിൻ്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു എന്ന് അപ്പോൾ ഉണ്ടാക്കിയ ഡയലോഗാണ്. അനൗൺസ് ചെയ്യാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതുമാത്രമല്ല, VSൻ്റെ ഒരു കരുതൽ. ഞാൻ ചില 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മലമ്പുഴ MLA സഖാവ് പ്രഭാകരേട്ടനാണ് അന്ന് VSൻ്റെ അവിടുത്തെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ. അപ്പോൾ ഒരു ദിവസം ഞാനും പ്രഭാകരേട്ടനോട് VSൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രഭാകരേട്ടനെ എന്നോട് ഇരുത്തിക്കൊണ്ട് VS പറയുകയാണ്, അത് പ്രഭാകര, ഈ രാജു കൂത്താട്ടുകുളത്ത് നിന്ന് നമുക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റിന് വന്നിരിക്കുന്നതാണ്. വീടൊക്കെ വിട്ടു വന്നിട്ട് കുറേ ദിവസങ്ങളായി. രാജുവിൻ്റെ കുടുംബത്തിൽ യാതൊരു തരത്തിലുള്ള കുറവും അനുഭവപ്പെടാൻ പാടില്ല. അതാണ് ആ മനുഷ്യൻ്റെ കരുതൽ. അതാണ് ആ VS എന്ന വ്യക്തിയുടെ മറ്റുള്ള ആളുകളുള്ള കരുണയുടെ ഒരു ഭാഗം ഞാൻ അവിടെ കാണുകയാണ്. മറ്റൊന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു, 2011 തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിലൊരു തുടർ ഭരണത്തിലേക്ക് വരേണ്ടതായിരുന്നു. നിസ്സാരമായ സീറ്റുകളുടെ വ്യത്യാസത്തിൽ ഭരണം നഷ്ടപ്പെടുക.
ആ വോട്ടെണ്ണുന്ന സമയത്ത് ഞാൻ പാലക്കാട് പാർട്ടി ഓഫീസിലുണ്ട്, ജില്ലാ കമ്മിറ്റി ഓഫീസിലുണ്ട്. VS വോട്ടിൽ നിന്നാണ് ഇലക്ഷൻ്റെ റിസൾട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സീറ്റിന് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ വളരെ മാനസിക വിഷമം തോന്നി. ഞാനവിടെ നിന്ന് VS ഇറങ്ങി, ഞാനും ആ കൂട്ടത്തിലിറങ്ങി. ഞാൻ അടുത്ത ബസ്സിന് കയറി, തൃശ്ശൂർ ബസ്സിന് കയറി കൂത്താട്ടുകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആലത്തൂർ എത്തുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ അന്ന് റഷീദ് കണിച്ചേരി എന്ന് പറയുന്ന KSTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളതാണ്. മറ്റൊരു ബന്ധം പറഞ്ഞാൽ ഇപ്പോഴത്തെ മന്ത്രി MP രാജേഷിൻ്റെ ഭാര്യാപിതാവാണ്. അദ്ദേഹം എന്നെ വിളിക്കുകയാണ്, രാജു നീ എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷേ ഞാൻ കൂത്താട്ടുകുളത്തേക്ക് പോകുന്നുണ്ട്, ഞാനിപ്പോൾ ആലത്തൂർ എത്തുന്നു. അപ്പോൾ നീ എന്ത് പണിയാണ് കാണിച്ചത്? ഇതേ ഗസ്റ്റ് ഹൗസിൽ VS നിന്നെ അന്വേഷിക്കുന്നു. ഒരു അനൗൺസറായി ചെന്ന് എനിക്ക് അത്രമാത്രം കരുതൽ, അത്രമാത്രം സ്നേഹമാണ് ആ മനുഷ്യൻ പകർന്നു തന്നത്. എന്താണ് VS എന്ന് നേരിട്ട് അറിയാൻ കഴിഞ്ഞൊരു മനുഷ്യനാണ്. VSൻ്റെ മരണം അറിയുമ്പോൾ സത്യത്തിൽ കാര്യം മരണം അനിവാര്യമാണ്, 101 വയസ്സായെങ്കിൽ പോലും VSന് ഇനിയും ഒരു യുവത്വം കൊടുത്തിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഈ നാട്. അതിൻ്റെ ഒരു വലിയ പ്രതീകമാണ് ഇന്നലെ ഉച്ചയ്ക്ക് 2:30 തൊട്ട് തിരുവനന്തപുരത്ത് നിന്ന് പോന്നിട്ടുള്ള വിലാപയാത്ര ഇതുവരെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അതാണ് VS ജനഹൃദയങ്ങളിലാണ് ജീവിക്കുന്നത്. ഇനിയും ലോകമുള്ളിടത്തോളം കാലം VS എന്ന ആ 2 അക്ഷരം മായാതെ മങ്ങാതെ നിലനിൽക്കും. അതാണ് VSൻ്റെ ഓർമ്മ പങ്കുവെക്കുമ്പോൾ എനിക്ക് നിങ്ങളുമായി പങ്കിടാനുള്ളത്. തീർച്ചയായും ഇതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളാണ് പറയാനുള്ളത്. അത്രമാത്രം VSനെ നെഞ്ചിലേറ്റിയ ആളുകളാണ് ഇപ്പോൾ ഈ വീട്ടിലേക്കും അതുപോലെ തന്നെ ആലപ്പുഴയിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ക്യാമറ പേഴ്സൺ അഷ്റഫ് മുഹമ്മദിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.